മൂന്നാർ പൂപ്പാറ മേഖലയിൽ അനധികൃതമായി നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും റവന്യൂ വകുപ്പ് ഇന്നലെ ഇടിച്ചു നിരത്തി ഭൂമി പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ ദുഃഖകരമായൊരു വാർത്ത എന്തെന്നാൽ വാളര അടിമാലി ഭാഗത്ത് ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങിയിരുന്ന ഒറ്റക്കൊമ്പൻ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് ആന ചരിഞ്ഞതെന്നാണ് നിഗമനം. നമുക്കറിയാം, മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഒരു മേഖലയാണ് ഇടുക്കി മൂന്നാർ മേഖല. മുൻപ് അരിക്കൊമ്പൻ എന്ന കാട്ടാനെ പിടികൂടി കാട് കടത്താൻ തന്നെ കാരണം അവൻ ജനവാസ മേഖലയിൽ സ്ഥിരമായി എത്തി വീടുകൾ ആക്രമിക്കുന്നു എന്ന കാരണത്താലാണ്. മുൻപും നിരവധി ആനകൾ ഈ മേഖലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും വന്യമൃഗങ്ങളുടെ ദയനീയമായ അവസ്ഥ പുറം ലോകമറിഞ്ഞത് അരിക്കൊമ്പൻ എന്ന കാട്ടാനെ പിടികൂടി കൊണ്ടുപോകാൻ ശ്രമങ്ങൾ ആരംഭിച്ചതു മുതലാണ്. ഈ മേഖലയിലെ വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാനകൾ, ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത് തുടരുകയാണ്. ഇങ്ങനെ പോയാൽ അധികകാലം കഴിയുന്നതിന് മുൻപ് തന്നെ മൂന്നാറിൽ നിന്നും കാട്ടാനകൾ പൂർണ്ണമായും ഇല്ലാതാകും. ഇതിനുള്ള പ്രധാന ഉത്തരവാദി മനുഷ്യർ തന്നെയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും. പലപ്പോഴും മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമാകുമ്പോൾ നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് കാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നുവെന്ന്. എന്നാൽ മൂന്നാർ വനമേഖലയിൽ കാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയാണ്. പ്രതിവർഷം 3-4 കാട്ടാനകളാണ് ഈ മേഖലയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റും വിഷം കഴിച്ചുമൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ ചേരിയുന്നത്. മുൻപ് ഒരു കാട്ടാനെ JCB കൊണ്ട് തല്ലിക്കൊന്നതും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വനഭൂമിയിലെ മനുഷ്യരുടെ കൈകടത്തലാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ സർക്കാർ ഭൂമി കയ്യേറി കെട്ടിടങ്ങളും റിസോർട്ടുകളും ആരാധനാലയങ്ങളും നിർമ്മിച്ചത് ഉദ്യോഗസ്ഥർ പൊളിച്ചു നിൽക്കുന്നതാണ്. വനഭൂമി വൻതോതിലാണ് ഇടുക്കി മൂന്നാർ മേഖലയിലെ ആൾക്കാർ കയ്യേറുന്നത്. ആദ്യമൊക്കെ വനഭൂമിയിൽ ഇവർ കൃഷി നടത്തും. ഇവർ കർഷകരാണ് എന്ന പരിഗണനയിൽ ഇത്തരം കയ്യേറ്റങ്ങൾക്ക് നേരെ ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കും. എന്നാൽ പതുക്കെ അവിടെ ചെറിയ വീടുകൾ പ്രത്യക്ഷപ്പെടും. അധികം വൈകാതെ ഇത് കോൺക്രീറ്റ് കെട്ടിടങ്ങളാകും. പിന്നെ ആരാധനാലയങ്ങൾ കെട്ടിപ്പൊക്കും. ദിവസേന വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥിക്കുവാൻ വരും. അങ്ങനെ വനഭൂമി പതുക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്വന്തമാകും. അപ്പോഴായിരിക്കും ഈ കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിരവധി വോട്ടുകളുള്ള ഇത്തരം സമുദായങ്ങളെ വെറുപ്പിക്കണ്ട എന്ന് കരുതി സർക്കാർ അവർക്ക് നേർക്ക് കണ്ണടയ്ക്കും. വേണമെങ്കിൽ അവരെ പ്രീണിപ്പിക്കുവാനായി വനഭൂമി പട്ടയമായി നൽകും. അങ്ങനെ വർഷങ്ങൾക്കുള്ളിൽ തന്നെ വനഭൂമി ചില സ്വകാര്യ വ്യക്തികളുടെ സ്വന്തമാകും. എന്നാൽ ഇതൊന്നും അറിയാതെ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി ഇവിടേക്കെത്തുന്ന മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സംഘർഷത്തിൽ പലപ്പോഴും ഇരുഭാഗത്തും ജീവൻ നഷ്ടപ്പെടാം.